നമസ്കാരം. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകും എന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നത്. ഇന്ത്യയിലെ 200-ലധികം നഗരങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിരുന്നത്. അതായത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മോക്ക് ഡ്രിൽ നടത്താനിരുന്നത്. ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായിട്ടായിരുന്നു മോക്ക് ഡ്രിൽ നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മോക്ക് ഡ്രില്ലിന് മുമ്പ് തന്നെ ഇന്ത്യ അവരുടെ സൈനിക ശേഷി പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്ന്. ഇന്ത്യ ജനങ്ങളെ യുദ്ധത്തെ നേരിടാൻ പരിശീലിപ്പിക്കുന്നു എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാനും ഇത്രയും പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയും കാണുന്നില്ല. ഇന്ത്യ കുറേ കൂടി സമയമെടുത്തായിരിക്കാം ഒരുപക്ഷെ ആക്രമണം നടത്തുക എന്നായിരിക്കും പാകിസ്ഥാൻ സൈന്യവും കരുതിയിരുന്നത്. സാധാരണഗതിയിൽ മോക്ക് ഡ്രിൽ നടത്താറുള്ളത് യുദ്ധത്തിന് വളരെ മുമ്പായിരിക്കും. ഒരു യുദ്ധം വരുമ്പോൾ ജനങ്ങളെങ്ങനെ ബങ്കറുകളിൽ ഒളിക്കണം, അതുപോലെ വിമാനത്തിൽ നിന്നുള്ള ആക്രമണത്തെ എങ്ങനെ നേരിടണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ വിളക്കുകൾ അണയ്ക്കേണ്ടത് ഏത് സമയത്താണ്, അപകട സൈറനുകൾ മുഴക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മോക്ക് ഡ്രില്ലുകളിൽ സാധാരണ നടത്താറുള്ളതാണ്. ഇന്ന് രാജ്യവ്യാപകമായി തന്നെ അപകട സൈറൻ മുഴങ്ങാനൊക്കെ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഏതായാലും ഇനി മോക്ക് ഡ്രിൽ നടക്കുമോ എന്നുള്ള കാര്യമൊന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും വളരെ മൂർച്ചയോടുകൂടി തന്നെ ഇന്ത്യ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. വ്യോമ കര നാവിക സേനകൾ സംയുക്തമായി തന്നെയാണ് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നു. അമേരിക്കയും അതുപോലെ ഇസ്രായേലും ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തികളൊക്കെ തന്നെ ഇന്ത്യക്ക് എല്ലാ കാലത്തും പിന്തുണയും നൽകുന്നുണ്ടായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ മോക്ക് ഡ്രിൽ നടത്താൻ സർക്കാർ തീരുമാനിച്ചത് തന്നെ പാകിസ്ഥാൻ ഒരുപക്ഷെ ഇനിയും സമയമെടുത്തായിരിക്കും ഇത് നടത്തുക എന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഇന്ത്യയുടെ ഈ ഒരു നേട്ടം വാക്കുകൾക്ക് അതീതമാണ്. അതിശക്തമായ തോതിൽ തന്നെ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിന് നമ്മൾ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിലെ ബഹാവൽപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യക്ക് അറിയാമായിരുന്നു പ്രധാനപ്പെട്ട തീവ്രവാദി ക്യാമ്പുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് അവിടെയാണെന്ന്. ഇന്ന് രാത്രി 9 മണിക്കും നാളെ പുലർച്ചെ 4 മണിക്കുമാണ് മോക്ക് ഡ്രിൽ നടത്താനായി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നത്. ഏതായാലും ഇനി മോക്ക് ഡ്രില്ലിൻ്റെ ആവശ്യം ഉണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും പാകിസ്ഥാന് തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ തന്നെ വിരളമാണ്. കാരണം അവർക്ക് സ്വന്തം രാജ്യത്ത് ജനങ്ങളെപ്പോലും പോറ്റാനുള്ള കഴിവില്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ഇന്ത്യ പോലെയുള്ള ഒരു ലോകത്തെ മഹാശക്തിയോട് ഏറ്റുമുട്ടുക എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കേരളത്തിലും വിവിധ ജില്ലകളിൽ നിന്ന് മോക്ക് ഡ്രിൽ നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. ഇക്കാര്യം സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ പരിപാടി മാറ്റിവെച്ചതായി നിലവിൽ അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തമായ സാന്നിധ്യമാണ് ഉള്ളത്. കൊച്ചിയിൽ നാവികസേന ആസ്ഥാനമുണ്ട്, തിരുവനന്തപുരത്ത് വ്യോമസേനയുടെ ആസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് പാങ്ങോട്ട് കരസേനയുടെ ഒരു റെജിമെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കേരളം പോലെയുള്ള ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത്, അതായത് കേരളത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്കോ അതല്ലെങ്കിൽ ഡിഗോഗേഷ്യ എന്ന അമേരിക്ക സൈനിക താവളമുള്ള ദ്വീപിലേക്കൊക്കെ തന്നെ എത്താൻ വളരെ കുറച്ച് സമയം മതി എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ സുരക്ഷയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ എക്കാലത്തും വളരെ ജാഗരൂകരായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്രയും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളൊക്കെ തന്നെ നേരത്തെ പ്രവർത്തനം ആരംഭിച്ചത്. നാവിക സേനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ തന്നെ കൊച്ചിയിലെ നാവികസേന യൂണിറ്റ് അന്ന് സ്തുത്യർഹമായ സേവനമാണ് അനുഷ്ഠിച്ചിരുന്നത്. ഏതായാലും ഇന്ത്യ തിളങ്ങുക തന്നെയാണ്. പാകിസ്ഥാനെ പോലെ എക്കാലത്ത് ഇന്ത്യയുടെ തകർച്ച ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യത്തെ തീവ്രവാദ സംഘടനകളെ മണിക്കൂറുകൾ കൊണ്ട് ഒന്നുമല്ലാതാക്കിയ ഭാരതത്തിൻ്റെ സൈനികരെ രാജ്യം അഭിമാനത്തോടെ തന്നെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.